ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സ്റ്റഡി കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിന്റെ മലയാളത്തിലെ 1ാം ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് താളവും മേളവും എന്ന പാഠഭാഗം. അതിലെ കാനനോത്സവം എന്ന ഒരു ഉത്സവ വിവരണമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റുകൾ കൂടി ഒന്ന് അറിയിക്കുക. അപ്പം നമുക്ക് നേരെ നമ്മുടെ പാഠഭാഗത്തിലേക്ക് നീങ്ങാം. താളവും മേളവും. താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം. നമ്മൾ ഈ താളവും ഈണവും ഒക്കെ തൊട്ടു മുന്നേ പഠിച്ച കഥകളിലും കടങ്കവിതകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ വിവരണങ്ങൾക്കും അതുപോലെ കഥകൾക്കും ഒക്കെ എന്തുണ്ട്, കവിതകൾക്കും ഒക്കെ എന്തുണ്ട്, നല്ല താളാത്മകതയുണ്ട് അല്ലേ? ഈണവും താളവും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ഉത്സവ വിവരണമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. കാനനോത്സവം. മക്കളെ, എന്താ കാനനം എന്ന വാക്കിന്റെ അർത്ഥം? കാനനം എന്ന് പറഞ്ഞാൽ കാട്. കാനനോത്സവം എന്ന് വെച്ചാൽ കാട്ടിലെ ഉത്സവം. നമുക്ക് നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം. കൊയ്ത്തു കഴിഞ്ഞ വയൽ, അവിടമാകെ നക്ഷത്രത്തരി പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാകും. മക്കളെ, കൊയ്ത്ത് കഴിഞ്ഞു, വയലിൽ നെല്ല് നട്ടു, നെല്ല് പാകമായി, നെല്ലെന്ത് ചെയ്തു? കർഷകൻ പറിച്ചെടുത്തു അല്ലേ, കൊയ്തെടുത്തു. അങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞ വയലിൽ അവിടെയൊക്കെ എന്ത് ചെയ്യും? നെന്മണികൾ വീണ് കിടക്കുന്നുണ്ടാകും. അത് കൊത്തിപ്പെറുക്കി വയറ് നിറച്ച് തിരികെ പോരുന്നതിനു മുന്നേ നാട്ടിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിയണം. അത് കുഞ്ഞരിപ്രാവിൻ്റെ പതിവാണ്. അപ്പം നമ്മളിവിടെ പരിചയപ്പെടുന്ന ആദ്യത്തെ കഥാപാത്രം ഏതാണ്? കുഞ്ഞരിപ്രാവ്. കുഞ്ഞരിപ്രാവ് എന്ത് ചെയ്യാൻ പോവാണ്? കൊയ്ത്ത് കഴിഞ്ഞ വയലിലുള്ള നെന്മണികളൊക്കെ കൊത്തി തിന്നാൻ പോവാണ്. അത് കൊത്തി തിന്ന് തിരികെ വരുന്നതിന് മുന്നേ നാട്ടിലൊക്കെ ഒരു കറക്കം ആർക്ക് പതിവാണ്? കുഞ്ഞരിപ്രാവിന് പതിവാണ്. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാടരികെ LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടത്. അവൾ അവിടേക്ക് പറന്നെത്തി. അങ്ങനെ ഇത് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കാടരികെ LP സ്കൂൾ, ഇപ്പം മക്കളുടെ സ്കൂളിനൊരു പേരുണ്ടാവില്ലേ, അതുപോലത്തെ ഒരു സ്കൂളാണ് കാടരികെ LP സ്കൂൾ. അങ്ങനെ അവിടുത്തെ ഗ്രൗണ്ടിൽ നിന്ന് ഒരു മൈക്കിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടു. അങ്ങനെ നമ്മുടെ കുഞ്ഞരിപ്രാവ് ആ ഭാഗത്തേക്ക് പറന്നെത്തി. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള മുത്തശ്ശിപ്ലാവിൻ്റെ കൊമ്പിൽ ചെന്നിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം. ആ പ്ലാവിൻ്റെ കൊമ്പിൽ പോയിരുന്നിട്ട് സ്കൂൾ മുഴുവൻ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെൻറ്റ്. എവിടെ നിന്നാണ് അനൗൺസ്മെൻറ്റ് വരുന്നത്? ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെൻറ്റ് വരുന്നത്. കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട്, പൂത്ത താഴ്വര പോലെ, അവിടെയാണ് കലോത്സവം. കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട് ഉണ്ട് അവിടെ അല്ലേ? നമ്മളെ സ്കൂളിൽ കലോത്സവം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ പാട്ടും നൃത്തവും ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അല്ലേ? അപ്പം അതുപോലെ ആ ഗ്രൗണ്ടിൽ നിറച്ചു ആരുണ്ട്? കുട്ടികൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. പൂത്ത താഴ്വര പോലെ. അപ്പോൾ കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ടിനെ പൂത്ത താഴ്വരയായിട്ടാണ് പറയുന്നത്. അവിടെയാണ് കലോത്സവം. അവിടെയാണ് എന്ത് നടക്കുന്നത്? കലോത്സവം നടക്കുന്നത്. സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. സ്റ്റേജിൽ എന്താ നടക്കുന്നത്? ലളിതഗാന മത്സരം. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ഒന്നാകെ കൈയടിക്കുന്നു. സന്തോഷസൂചകമായി ആർപ്പ് വിളിക്കുന്നു. സ്കൂളിൽ പരിപാടിയൊക്കെ നടക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ കൈകൊട്ടി അല്ലേ? നമ്മൾ കൈകൊട്ടി ആർത്ത് വിളിക്കും അല്ലേ? ഈ പരിപാടി നടത്തുന്ന ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. പാട്ടിനു ശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി. കുട്ടികളാകെ ഉല്ലാസത്തിലാണ് അല്ലേ? ഇതൊക്കെ കണ്ട് കുട്ടികളാകെ ഇങ്ങനെ ഉല്ലസിച്ചിരിക്കുകയാണ്. കുഞ്ഞരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ടു രസിച്ചു. അതൊക്കെ കണ്ട് ആസ്വദിച്ചു നമ്മുടെ കുഞ്ഞരിപ്രാവ്. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായിരുന്നു. കാട്ടിൽ മീറ്റിംഗ് കൂടും. അതാണ് കാട്ടിലെ വൈകുന്നേരത്തെ മീറ്റിങ്ങിനെയാണ് എന്ത് പറഞ്ഞത്? സായാഹ്ന സഭ എന്ന് പറഞ്ഞത്. അപ്പം കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും എന്തിൻ്റെ സമയമായി? സായാഹ്ന സഭയുടെ സമയമായി. കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക. എല്ലാ ദിവസവും കാട്ടുചോല വെച്ചാൽ അവിടെ അതിലൂടെ ഒഴുകുന്ന അരുവി, കാട്ടിലേക്കൂടെ ഒഴുകുന്ന അരുവി, ആ കാട്ടിൻ്റെ അരുവിയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുന്നത്.
കാട്ടുരാജാവായ സൂചിക്കൊമ്പന്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തിനെത്തും. ആരാ കാട്ടുരാജാവ്? സൂചിക്കൊമ്പൻ. സൂചിക്കൊമ്പന്റെ കൽപ്പനയനുസരിച്ച് സകലരും എവിടെ എത്തും? കൃത്യസമയത്ത് ആ ഗ്രൗണ്ടിലെത്തും. കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജന്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിന്റെ സമയമാണ്. ആദ്യത്തെ എന്തൊക്കെ പരിപാടിയുണ്ട്? കാട്ടുപ്രതിജ്ഞയുണ്ട്, വാർത്ത പറയും അവര്, അതുപോലെ രാജന്റെ ഒരു വിളംബരം ഉണ്ടാവും. അത്രയും കഴിഞ്ഞാൽ പിന്നെ ആ കാട്ടിലെ പ്രജകൾക്കുള്ള അഭിപ്രായങ്ങൾ അവിടെ പറയാം. ആ സമയത്ത് കുഞ്ഞരിപ്രാവ് പതിയെ പറഞ്ഞു. കുഞ്ഞരിപ്രാവ് പറയാണേ, നമ്മുടെ കാട്ടിലും കലോത്സവം വേണം മഹാരാജൻ. നമ്മുടെ കാട്ടിലും എന്ത് വേണം? കലോത്സവം നടത്തണം മഹാരാജൻ. അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണേ? രാജാവ് നെറ്റി ചുളിച്ചു. ഇതിൻ്റെ എല്ലാം ആവശ്യമുണ്ടാ അല്ലേ? രാജാവ് നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ശരിയാ, അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ. മുയലച്ചൻ തൊഴുകൈയോടെ പറഞ്ഞു. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഇവൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും, മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ. കരടിക്കുട്ടൻ തറപ്പിച്ചു പറഞ്ഞു. ഒന്നുകൂടെ നമുക്ക് പറയാം, കാട്ടിലും കലോത്സവം നടത്തണം എന്ന് ആര് പറഞ്ഞു? നമ്മുടെ കുഞ്ഞരിപ്രാവ് പറഞ്ഞു. അപ്പോൾ അത് വേണോ കുഞ്ഞിപ്പെണ്ണേന്ന് ആര് ചോദിച്ചു? രാജാവ് ചോദിച്ചു. ആ സമയത്ത് മുയൽ എന്താ പറഞ്ഞത്? ശരിയാ, ഇതൊക്കെ വലിയ പൊല്ലാപ്പാട് മഹാരാജൻ എന്ന് മുയൽ പറഞ്ഞു. അപ്പോൾ കരടി എന്താ പറഞ്ഞത്? കരടിക്കുട്ടൻ, വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഇവൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും, മനുഷ്യരുടെ ഓരോ കോമാളിത്തരങ്ങൾ. കരടിക്കുട്ടൻ അങ്ങനെ തറപ്പിച്ച് പറഞ്ഞു അല്ലേ? സൈലൻസ് സൈലൻസ്. അല്ല കുഞ്ഞരിപ്രാവേ, എന്താണ് ഈ കലോത്സവം? നീ ഒന്ന് പറ, മഹാരാജാവ് കൽപ്പിച്ചു. അല്ലേ? എല്ലാവരും ചറ പറയാൻ തുടങ്ങി. അപ്പോൾ രാജാവ് എന്ത് പറഞ്ഞു? കലവില കലവില സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് രാജാവ് എന്ത് പറഞ്ഞു? സൈലൻസ് സൈലൻസ് എന്ന് പറഞ്ഞു. എന്തിനാ? കാക്കക്കൂട്ട് കല്ലിട്ട പോലെ ഈ പൊച്ചയായിക്കൊണ്ടിരിക്കുന്ന അല്ലേ? അപ്പോൾ സൈലൻസ് സൈലൻസ് എന്ന് പറഞ്ഞു. ആര്? നമ്മുടെ മഹാരാജാവ്. എന്നിട്ട് പറയാണ്, അല്ല കുഞ്ഞരിപ്രാവേ, എന്താണ് ഈ കലോത്സവം? നീ ഒന്ന് പറ. എന്തെന്നാണ് ഈ സാധനം? നീ എനക്ക് പറഞ്ഞു താൻ്റെ കുഞ്ഞിപ്രാവേ അല്ലേ? താൻ കണ്ട കലോത്സവത്തെ പറ്റി കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു. താൻ കണ്ട കലോത്സവത്തിനെ പറ്റിയിട്ട് അല്ലേ കുറേ ആൾക്കാർ പാട്ടുപാടി ഡാൻസ് കളിച്ചു, ഇതൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്തു. കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു. നമ്മുടെ കാട്ടിൽ എല്ലാവരും കലാവാസനയുള്ളവരാണ്. അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ. നമ്മുടെ കാട്ടിൽ എല്ലാവർക്കും എന്തുണ്ട്? കലാവാസനയുണ്ട്. എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കലോത്സവം വേണമെന്ന് ആര് പറഞ്ഞു? മന്ത്രി മയിലമ്മ പറഞ്ഞു. പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ്. പ്രജകളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കാനും അവരുടെ സന്തോഷത്തിനും ഇത്തരത്തിലുള്ള പരിപാടികൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കുയിലമ്മ മയിലമ്മയെ പിന്താങ്ങി അല്ലേ? കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി. മന്ത്രിയാണ് മയിലമ്മ. കിട്ടിയേ? ഇനി കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ്, സുന്ദരിക്കാക്ക പറഞ്ഞു. അല്ലേ? കാട്ടിലൊരു കായികോത്സവം നടത്തലുണ്ട്, അതുപോലെ നമുക്ക് എന്തും നടത്താം? കലോത്സവവും നടത്താം, സുന്ദരിക്കാക്ക പറഞ്ഞു. കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കുഞ്ഞിക്കുറുക്കൻ തിരക്ക് കൂട്ടി. അപ്പോൾ കുറുക്കച്ചന് ഭയങ്കര തിരക്കായി അല്ലേ? കുറുക്കൻ ചോദിച്ചു, കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങളാ വേണ്ടത്? അപ്പോൾ പറയാണേ, പാട്ട്, നൃത്തം, കൂവൽ, കുറുകൽ, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി, നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടായി. എല്ലാവർക്കും ഭയങ്കര ആവേശമായി. ഓരോരാളിങ്ങനെ ഓരോ ഐറ്റത്തിൻ്റെ പേര് പറയാണ്. പാട്ട് പാടണം, നൃത്തം ചെയ്യണം, കൂവണം, കുറുകണം, ഓരിയിടണം, ഫാഷൻ ഷോ നടത്തണം, ഡിസ്കോ നടത്തണം, മിമിക്രി നടത്തണം, അങ്ങനെ അങ്ങനെ അങ്ങനെ. എന്നാണ് കാനനോത്സവം നടത്തേണ്ടത്? രാജാവും ഉത്സാഹത്തിലായി. ഇതെല്ലാം കണ്ടിട്ട് രാജാവിനും ഭയങ്കര ഉത്സാഹം തോന്നി. എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ? വരുന്ന സംഗീത ദിനത്തിലാവട്ടെ. കരുത്തൻ പരുന്ത് നിർദ്ദേശിച്ചു. ഈ നല്ല കാര്യങ്ങളൊന്നും ലേറ്റാക്കാൻ പാടില്ലെന്നല്ലേ? അപ്പോൾ പറഞ്ഞു, എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ? നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്ന സംഗീത ദിനത്തിലാവട്ടെ എന്ന് ആര് പറഞ്ഞു? കരുത്തൻ പരുന്ത് പറഞ്ഞു. കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും. ചിന്നക്കുയിൽ കൺവീനറും. മന്ത്രി മയിലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു. ഒരു പരിപാടി നടക്കണമെങ്കിൽ ഏറ്റെടുത്ത് നടത്താൻ ആൾക്കാർ വേണ്ടേ? അപ്പോൾ അതിന് ചുമതലകൾ നൽകി. കുഞ്ഞിക്കുരുവിയാണെന്ത്? കലാമേളയുടെ അധ്യക്ഷൻ. ചിന്നക്കുയിലോ കൺവീനറുമാണ്. ഓക്കെ, ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ നാളത്തെ സായാഹ്ന സഭയിൽ പേര് തരണം. ആർക്കൊക്കെയാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ള വെച്ചാൽ അവരുടെ പേരെന്ത് ചെയ്യണം? എനിക്ക് തരണം അല്ലേ? നാളത്തെ സായാഹ്ന സഭയിൽ പേര് തരണം. കുഞ്ഞിക്കുരുവി ഗൗരവത്തിൽ പറഞ്ഞു. ദാന്ന് പറഞ്ഞതുപോലെ കാനനോത്സവ ദിനമായി.
ഇതാ പെട്ടെന്ന് സമയം പോയി, പെട്ടെന്ന് ദിവസം പോയി. അങ്ങനെ കാനനോത്സവം തുടങ്ങി. കാടിൻ്റെ നാനാഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി. കാടിൻ്റെ നാനാഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി. കറുകപ്പുൽ മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു. പരിപാടി കാണാൻ ഒരുപടി ആൾക്കാർ വന്നു. സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോക്ക് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. ആദ്യം നടന്ന മത്സരം ഏതാണ്? ഫാഷൻ ഷോ ആണ്. ആരാ പേര് വിളിച്ചത്? പുള്ളിപ്പുലി പേര് വിളിച്ചു. തുടർന്ന് കുയിലിൻ്റെ നേതൃത്വത്തിൽ പാട്ടുമത്സരമാണെന്ന് അറിയിപ്പുണ്ടായി. നൃത്യങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്തിൻ്റെ അടുത്ത് ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് മൂന്നാമതും അനൗൺസ്മെന്റ് കേട്ടു. പരിപാടിൻ്റെ ഓരോ ഇങ്ങനെ ഘട്ടങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിപ്പുലി എന്താ ചെയ്തത്? ഫാഷൻ ഷോക്ക് പേര് വിളിച്ചു. കുയിലിൻ്റെ നേതൃത്വത്തിലെ പാട്ടുമത്സരമാണ് അടുത്തത് നടക്കുന്നത്. പിന്നെ നൃത്യങ്ങളിൽ അതായത് ഡാൻസിലൊക്കെ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വേഗം നറുക്കെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞു, നറുക്കെടുക്കണമെന്ന് പറഞ്ഞു. മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈയടിച്ച് ആർപ്പ് വിളിച്ചു. അല്ലേ, ഒരു പരിപാടി നടക്കുമ്പോൾ കുറേ ആൾക്കാർ തോക്കും, ചിലവർ ജയിക്കും അല്ലേ. അപ്പോൾ ഈ തോറ്റവരും ജയിച്ചവരും ഒക്കെ എന്ത് ചെയ്തു? കൈയടിച്ച് ആർപ്പ് വിളിച്ചു. രാജാവെന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി. അല്ലേ, കാട്ടിലെ രാജാവെന്നൊന്നും നോക്കാണ്ട് എല്ലാ മത്സരത്തിലും എന്ത് ചെയ്തു? സൂചിക്കൊമ്പൻ പങ്കെടുത്തു, രാജാവ് പങ്കെടുത്തു. ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ. പാവൻ രാജാവിന് ആകെ 2 ഫസ്റ്റ് കിട്ടിയിട്ടു. ഇതിലൊക്കെയാ ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും. കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കൊമ്പൻ നമ്മുടെ കുഞ്ഞരിപ്രാവിനെ തളിരില മാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു. ഇങ്ങനൊരു അടിപൊളി പരിപാടി സംഘടിപ്പിക്കാൻ ഐഡിയ കൊടുത്തതിന് സൂചിക്കൊമ്പൻ നമ്മുടെ രാജാവ് കുഞ്ഞരിപ്രാവിനെ തളിരില മാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു. എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ കൂട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ച് കാട്ടിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. കൂട്ടിലേക്ക് കൂട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്ക് പോയത്. ഇതാണ് കാനനോത്സവം എന്ന പാഠഭാഗം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയാണ് തന്നിരിക്കുന്ന വിവരണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.